ഗൾഫിലാണ്. അത് അമ്മയ്ക്കും അറിയാം, പുള്ളിക്കാരൻ ആൾ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടെന്നുള്ള കാര്യം അറിയാം. അപ്പം ഞാൻ ഈ കൊച്ചിൻ്റെ അമ്മയെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലും ഞാൻ നിങ്ങളുടെ മോളെ കെട്ടിച്ചു തരും. പ്രസാദിൻ്റെ സ്വഭാവ വിഷയം. പ്രസാദിൻ്റെ വൈഫ് ഗൾഫിലാണ്. കാര്യം ചെയ്തതിന് മുമ്പ് ആ കൊച്ചു കുളിക്കുന്നിടത്ത് പോയി ഇവൻ ഡോറിലെന്തോ ഹോളൊക്കെ ഇട്ട് അങ്ങനെ വിഷയമായി. അങ്ങനെ എൻ്റെ മോനും ഈ പ്രസാദിൻ്റെ വൈഫും കൂടെയാണ് ഈ കൊച്ചിനെ ബന്ധുവിൻ്റെ വീട്ടിലോട്ടാക്കുന്നത്. ചെറുപ്പത്തിൻ്റെ എല്ലാ സൂക്കേടുകളും ഉണ്ട്. കുട്ടിയെ പല പ്രാവശ്യം ശല്യം ചെയ്യാൻ തുടങ്ങി. പിതാവ് വാൺ ചെയ്തു. പിന്നെ അത് വകവെക്കാതെ. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. അപ്പം നിങ്ങൾ പുതിയതായിട്ട് വന്നവരൊക്കെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. അപ്പം ലൈക്ക് ചെയ്തിട്ടുള്ളവരൊന്ന് വീഡിയോ ആണ്. കൊല്ലത്ത് മകളുടെ ആൺസുഹൃത്തിനെ പിതാവ് കുത്തിക്കൊന്നു. ആഹാ, ഇതിനകത്ത് കുറച്ച് കമന്റ്സും കാര്യങ്ങളുമാണ്. സത്യത്തിൽ ഒരു പയ്യനെ കുത്തിക്കൊന്നെന്നും പറഞ്ഞിട്ട് തന്തയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ. അയാൾ എന്ത് ചെയ്തു, അയാൾ എങ്ങനെയൊക്കെയാണ് ആ കൊച്ചിൻ്റെ അടുത്ത് പെരുമാറിയെന്നുള്ളതൊന്നും ആർക്കും ഒന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ല. മകളെ ശല്യം ചെയ്തു, കുത്തിക്കൊന്നു. കാരണം ഇപ്പോഴത്തെ പിള്ളേർ ഇച്ചിരി മുടിയൊക്കെ ഇതായിട്ടിട്ട് ഒരു ബാഗി ജീൻസും കുറച്ച് കീറിയൊക്കെ ഇട്ടുകൊണ്ട് കിടന്ന അപ്പം കഞ്ചാവ് കിഞ്ചാവ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഓക്കെ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആണെന്നൊന്നുമല്ല ഞാനീ പറയുന്നത്. കുറേ നല്ല പിള്ളേരൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും തന്ത കാണിച്ച തോന്നിവാസം ഒരുത്തൻ്റെ ജീവൻ അങ്ങ് പോയി. ഓക്കെ, അവൻ പുറേനെ നടന്ന് ശല്യം ചെയ്ത് നിരന്തരം ശല്യം ചെയ്ത് അതിനെ ദ്രോഹിക്കുകയോ എല്ലാം ചെയ്യുമായിരുന്നെങ്കിൽ ഓക്കെ, എന്തെങ്കിലുമൊക്കെ എന്താ ഇതെന്തെങ്കിലും പറയാമായിരുന്നു, ന്യായമെങ്കിലും ഉണ്ടെന്നെങ്കിലും പറയാമായിരുന്നു. അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറി ആ ഒരു രീതിയിലാണെങ്കിൽ ഓക്കെ. ഇത് രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തില്ല, അങ്ങോട്ടും ഇഷ്ടത്തില്ല. അവളാണ് വീട്ടിൽ ഇറങ്ങി വരണം, അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് നിരന്തരം ഇവനെ വിളിച്ച് പറയുന്നത്, ഇവൻ്റെ അമ്മയോടും പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് അദ്ദേഹം ചെയ്ത ദ്രോഹം ഒന്ന് ആലോചിച്ച് നോക്കി. അയാളെ സപ്പോർട്ട് ചെയ്യാനാണ് അവിടുത്തെ കുറേ എണ്ണം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു മിനിറ്റ് എൻ്റെ ഇടയിൽ സംസാരിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടി ഞാൻ അതെടുത്ത് പിടിച്ചുകൊണ്ട് ചില എണ്ണമൊക്കെ വരും. അതെന്തെങ്കിലും ആട്ടെ, എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ന് വൈകിട്ട് 6:30 സംഭവം ഉണ്ടായത്. ഇരവൂർ സ്വദേശി അരുൺകുമാറാണ് മരിച്ചത്. ഇയാളെ കുത്തിയ ഇരവൂർ സ്വദേശിയായിട്ടുള്ള പ്രസാദ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു. അരുൺകുമാർ മകളെ ശല്യം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് പ്രസാദും അരുണും തമ്മിൽ ഫോണിലൂടെ വാക്കേറ്റമുണ്ടായി. ഇതിനു പിന്നാലെ അരുണും സുഹൃത്തുക്കളും ഇത് ചോദ്യം ചെയ്യാൻ ഇരവുപുരം ഇരട്ടക്കടയിലെത്തി. അവിടെ വെച്ച് അരുണും പ്രസാദും തമ്മിൽ തർക്കമുണ്ടായി. അരുൺകുമാർ പെൺകുട്ടി താമസിക്കുന്ന ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീട്ടിലേക്ക് എത്തി. പെൺകുട്ടിയുമായി സംസാരിക്കുന്നതിനിടെ പ്രസാദും ആ വീട്ടിലേക്ക് എത്തി. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായി. അതിനിടെ വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് പ്രസാദ് അരുൺകുമാറിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. സുഹൃത്താണ് അരുൺകുമാറിനെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അവിടെ വെച്ച് അരുണിന്റെ ജീവൻ 8 മണിയോടുകൂടി നഷ്ടമായി. ഇതിന് പിന്നാലെയാണ് പ്രസാദ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. മകളും അരുൺകുമാറും തമ്മിലുള്ള സൗഹൃദം താൻ എതിർത്തിരുന്നുവെന്നാണ് പ്രസാദ് പോലീസിൽ മൊഴി നൽകിയത്. എന്നാൽ സൗഹൃദം അവസാനിപ്പിക്കാൻ അരുൺകുമാർ തയ്യാറായില്ല. ഇന്ന് വൈകിട്ടും സൗഹൃദത്തിൽ നിന്ന് പിന്മാറണം എന്ന് താൻ അരുൺകുമാറിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. തന്നെ അരുൺകുമാർ ആക്രമിക്കുകയും ചെയ്തു. അതിനിടെ കത്തി ഉപയോഗിച്ച് താൻ അരുണിന്റെ നെഞ്ചിൽ കുത്തിയെന്നാണ് പ്രസാദ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അരുൺകുമാറിന്റെ മാതാവ് വിദേശത്താണ്. ഇപ്പോൾ അരുണിന്റെ മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ പോസ്റ്റ്മോർട്ടം നടത്തും. അതിനുശേഷമായി ഈ ന്യൂസ് കണ്ടപ്പോൾ എല്ലാവരും ചെറുക്കനെ കുറ്റപ്പെടുത്തുന്നത്. കാരണം എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ അവൻ നടന്ന് ശല്യം ചെയ്യുന്നു, നമ്മുടെ കൊച്ചൊന്നും എല്ലാ വീട്ടുകാരും. ഞാനൊരു സാധാരണ ഒരാളിൽ നിന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളൊരു പെൺകുട്ടിയെ റിലേഷൻ ആയെന്ന് വെച്ചോ, നമ്മുടെ വീട്ടുകാരാണെന്ന് എൻ്റെ മോൻ അങ്ങനൊന്നും പോവാറില്ല. ഇപ്പം പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിലും എൻ്റെ മോൾ അങ്ങനൊന്നും പോവാറില്ല. എൻ്റെ കുഞ്ഞിനെ നിരന്തരമായിട്ട് അതാണ് എല്ലാ വീട്ടുകാരും പറയുന്ന ഒരു കാര്യമാണത്. അത് കേരളത്തിന് കൊടുത്തൊരു വരദാനം തന്നെയാണ് ആ ഒരു സംഭവം. ആ വാക്കുകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല പിള്ളകൾ. അതെല്ലാ വീട്ടിലും അച്ഛനമ്മമാരെവിടെയും നമ്മൾ എത്ര വൃത്തികേട് കാണിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതങ്ങനെയാണ് സത്യത്തിൽ. അതൊരു സംഭവമാണ്. പക്ഷെ ഈ കാര്യത്തിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പം ഈ ഒരു ന്യൂസ്, ഞാൻ വെച്ചെന്ന ആ ഒരു പാർട്ട് നിങ്ങൾ കണ്ടില്ലേ? അത് കണ്ടിട്ട് ഓരോ വ്യക്തികളും കമൻ്റ് ഇടുകയാണ്, അച്ഛൻ ചെയ്തത് നല്ലതാണ്. ഇല്ലേ, മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, അതേ ജനകനാന്ന് തോന്നും, അതേ സുരേഷ് ഗോപിയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ഈ നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നതും കൊച്ചിന് അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് അവരുടെ വീട്ടിലെ സത്യത്തിൽ.
ഇതൊന്നും ആരും സംസാരിക്കുന്നില്ല. അയാൾ എന്തൊക്കെ കാണിക്കുന്നുണ്ട് അതൊന്നും ആരും സംസാരിക്കേണ്ട ആവശ്യമില്ല. ആ കൊച്ച് 2 വട്ടം ഇറങ്ങി വന്നതാണ്, പിന്നെ പ്രായപൂർത്തിയായിട്ടില്ലായിരുന്നു. ഓക്കെ, എന്തായാലും ഇവൻ്റെ ആ മരിച്ചുപോയ പയ്യൻ്റെ വല്യമ്മ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് ഈ കമൻ്റ് ഇടാൻ വരുന്ന അമ്മാവന്മാരോടും മാമന്മാരോടും ചേട്ടന്മാരോടും വെറുതെ ഇരുന്നിട്ട് പറയല്ലേ, കഥ അറിഞ്ഞിട്ട് ആട്ടം കാണുന്നീയൊക്കെ. സ്നേഹത്തിലായിരുന്നു. 8ാം ക്ലാസ് മുതലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അന്ന് മുതലേ ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ഒരു അംഗത്തെ പോലെ ആയിരുന്നു ആ പെൺകുട്ടി. അപ്പം നമ്മൾ പറഞ്ഞ് പ്രായപൂർത്തിയാവട്ടെ, അപ്പോഴും വയസ്സായില്ല, അവനും പ്രായമായിട്ടില്ല, അവളും പ്രായമായിട്ടില്ല. പിന്നെ ജീവിതം എന്ന് പറയുമ്പോൾ 1-2 ദിവസം കൊണ്ട് തീരുന്നില്ല, അങ്ങോട്ട് ഒരുപാട് കിടപ്പുണ്ട്, നിങ്ങൾ ആദ്യം പഠിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ച് മോൻ +2 ആയി, അവൾ 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കാണ് എന്നോട് ഒരു പ്രാവശ്യം ഇതിനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ്, വല്യമ്മച്ചി എനിക്ക് അരുണുമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം 10ാം ക്ലാസ് ആയതേ ഉള്ളൂ, ഒരു 18 വയസ്സെങ്കിലും കഴിയട്ടെ, എന്തെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുക ഒരു 16 വയസ്സായപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഒരു ദിവസം മോൻ വിളിക്കുന്നു, വല്യമ്മ ഇത് കണക്ക് അവൾ ഇറങ്ങി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം നീ കൊണ്ടുവന്നാലും നമ്മൾ പിടിച്ച് വീട്ടിൽ കയറ്റിയാലും കേസ് തന്നെയാണ്. നിയമം ഇപ്പം അങ്ങനെയാണ്. കാരണം ഒന്നെങ്കിൽ 21 വയസ്സ് വേണം, അല്ലെങ്കിൽ 18 വയസ്സ് അവൾക്ക് പൂർത്തിയാവണം. ഇത് രണ്ടും ആകാതെ നമ്മൾ ഇരുവരെ സ്റ്റേഷനിൽ കൊണ്ട് എഴുതി വെച്ചിട്ടാണ് പിന്നെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കി ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മോൻ വിളിക്കുന്നു, വല്യമ്മ വീണ്ടും അവൾ ഇറങ്ങി വന്നു. ഇപ്പം അവൾ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്, പാളത്തിൽ നിൽക്കുകയാണ്, അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് അച്ഛൻ്റെ മോശം പ്രവൃത്തികളാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ്റെ മോശം പ്രവൃത്തി എന്ന് പറയാൻ നമ്മൾ വിജയത്തിന് വേണ്ടി ഒന്നും പറയരുത്. കാരണം അമ്മ പറഞ്ഞ, അല്ല, അമ്മ നാട്ടിലില്ല, അമ്മ ഗൾഫിലാണ്, അത് അമ്മയ്ക്കും അറിയാം പുള്ളിക്കാരൻ ആൾ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട്. അച്ഛൻ്റെ മോശം പ്രവൃത്തിയും കാര്യങ്ങളും അവിടെ സംസാരിക്കുന്നത്, അത് ഇറങ്ങി ചെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയണ്ട, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ തന്നെ, കാരണം പ്രായപൂർത്തി ആയിട്ടില്ലല്ലോ, തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്തു. പിന്നെയും ചാടി വന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ചേ, ആ ഇരിക്കുന്ന പുള്ളിക്കാരൻ നല്ല പിള്ളയാണോ എന്നൊന്ന് ആലോചിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ വല്യമ്മയുടെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവും ഫീൽ ചെയ്യും. കാരണം 10-15 വയസ്സുള്ള പിള്ളേർക്കൊക്കെ കല്യാണ ആലോചന ചിലപ്പം ഓക്കെ, ഞാനാണെങ്കിൽ പോലും ചില വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് പിള്ളേർക്ക് സപ്പോർട്ട് ചെയ്തേ സംസാരിക്കത്തുള്ളൂ. എടാ നമുക്കത് സെറ്റാക്കാം, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാം, നമുക്ക് കല്യാണം പ്ലാൻ ചെയ്യാം. 10-15-16 വയസ്സേ ഉള്ളൂ, നമുക്കതിൻ്റെ ബോധം. പക്ഷെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട്. എനിക്ക് തോന്നുന്ന ഈ വല്യമ്മ ആ രീതിയിലാണ് സംസാരിക്കുക. പക്ഷെ ഇത് ചില കാണുന്ന വ്യൂവേഴ്സിന് ചിലപ്പോൾ നെഗറ്റീവ് ഫീൽ ചെയ്യും. വേണമെങ്കിൽ അവർക്ക് തന്നെ തോന്നും, ആഹാ കൊള്ളാലോ, ഇവര് 10-16 വയസ്സുള്ള കൊച്ചിന് കല്യാണം ആലോചിക്കുന്ന ഒരു വല്യമ്മയെന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് സംസാരിക്കാം. എന്തായാലും ഇവർ പറയുന്ന ബാക്കിയും കൂടെ ഒന്ന് കേട്ട് നോക്കും. അപ്പം ഞാൻ ഈ കൊച്ചിൻ്റെ അമ്മയെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലും ഞാൻ നിങ്ങളുടെ മോളെ കെട്ടിച്ചു തരും. അതേ വാക്ക് തന്നെയാണ് ഈ പുള്ളിക്കാരൻ മോള് +2 കഴിഞ്ഞപ്പോഴും എന്നോട് പറയുന്നത്. +2 പഠിക്കുമ്പോഴും എന്നോട് പറഞ്ഞാൽ, എൻ്റെ മോൾക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനിയത്തിയുടെ മോനുമായിട്ട് തന്നെ ആയിരിക്കും. നമുക്കൊരു മദ്യപിക്കുകയാണോ അയാളുടെ എന്താണോ എനിക്കറിയത്തില്ല. നമ്മളോട് സംസാരിക്കുമ്പോൾ ഒന്നും മദ്യപിച്ചിട്ടൊന്നുമില്ല. നമ്മളോട് സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ ഒന്നും മദ്യപിച്ചിട്ടില്ല. കാരണം സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. PTA മീറ്റിങ്ങിന് ചെല്ലുമ്പോഴാണ് ഞാനുമായിട്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ്, നമുക്ക് ഇവരുടെ കല്യാണം ഉറപ്പിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ശരി, നമുക്ക് ഫോണിൽ കൂടെ അല്ലല്ലോ, നമുക്ക് നേരിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഈ പെങ്കൊച്ചിനെ വിളിച്ച് പറഞ്ഞ്, അച്ഛൻ പുറത്ത് പോയേക്കുവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ 2ാമത്തെ ട്രിപ്പ് വന്നപ്പോഴും ഞങ്ങൾ വീണ്ടും കൊണ്ടാക്കിയപ്പോൾ കൊച്ചിന് അവിടെ നിൽക്കാൻ താല്പര്യമില്ല. എന്തിനാ ഇത്രയും ക്രൂരമായ ഒരു കൊന്നതെന്ന് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ തിരുവോണത്തിനെ കരുതി വെച്ചിട്ടുണ്ട്. കാരണം തിരുവോണത്തിന് ഒരിക്കലും അന്ന് വരെ എൻ്റെ മോനോട് സൗമ്യമായി പുള്ളിക്കാരൻ സംസാരിച്ചിട്ടില്ല. സംസാരിക്കുമ്പോൾ എല്ലാം ഒരു ഭീഷണി ടൈപ്പ്, അല്ലെങ്കിൽ ജാതി, നമ്മൾ ക്രിസ്ത്യൻസ് ആണ്, അവർ ഹിന്ദു ആണ്, ജാതി അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് അങ്ങനെ ഒരു ജാതിക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുമെങ്കിൽ അവനത് കാര്യം. കാരണം അവൻ അങ്ങനെ ഒരു പയ്യനാണ്, കൊച്ചു പയ്യനാണെങ്കിലും അവൻ എല്ലാവർക്കും ഒരു നമ്മുടെയൊക്കെ കുടുംബത്തിന് നല്ലൊരു പയ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ അതൊന്നും ഒന്ന് ആലോചിച്ച് നോക്ക്. നെഞ്ചത്ത് കത്തി കൊണ്ട് കയറ്റുക എന്നൊക്കെ പറയുമ്പോഴേ രാത്രി 8 മണിയായപ്പോഴത്തേക്ക് അവൻ മരിച്ചു. കൂടുതലും ഈ കമൻസും കാര്യങ്ങളുമാണ്. ഇതിനകത്ത് ഒരുപാട് കമൻസും കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ശരി, റൈറ്റ്, പിന്നെന്താ 2 മികച്ച ടീമുകളാണ്, 19 വയസ്സുള്ള ചെക്കന് കല്യാണം ആലോചിക്കാൻ പോയി, ഇവളെ അറസ്റ്റ് ചെയ്യണം. എടാ ഈ പിള്ളേരുടെ പ്രായമാ, അവരെ സമാധാനപ്പെടുത്തുമ്പോൾ ഈ പറയുന്ന കൂട്ടൊക്കെ അവരുടെ കൂടെ നിൽക്കണം. പഴയ കൂട്ടമൊന്നുമില്ല, ചിലതൊക്കെ കയറി തൂങ്ങാൻ അങ്ങ് പോവും. പോയി കഴിയുമ്പോഴോ അതും കൂടെ ഒന്ന് ചിന്തിക്കണ്ടേ? എടാ നിങ്ങൾക്കറിയത്തില്ല, ഈ പ്രശ്നങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മളും പരിഹരിച്ചിട്ടൊക്കെയുള്ള ടീംസുകളാണ്. അപ്പോൾ നമുക്കറിയാം അവരുടെയും കൂടെ കാര്യങ്ങൾ. ഈ അടുത്ത സമയത്താണെങ്കിലും ഒരു 19കാരൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. 19കാരൻ്റെ വിഷയമാണെങ്കിൽ പോലും അവൻ അവരുടെ സ്റ്റാൻഡ് തന്നെ, അവളില്ലാതെ പറ്റത്തില്ല. അവളാണെങ്കിൽ 1 വയസ്സിന് മൂത്തതാണ്, 1 വയസ്സിന് മൂത്തതും. അപ്പോൾ എന്തുവാ, ആദ്യം പറഞ്ഞ് അവസാനം ഓക്കെ നിൻ്റെയൊക്കെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ
ചെന്നൊരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ള പൈസയും തീർന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ അവർ കറങ്ങി വീട്ടിൽ വന്ന് പിന്നെ സ്റ്റേഷനിൽ പോയി എന്താ പറയണ്ടേ, ഒപ്പും കാര്യങ്ങളും ഇടണം, അല്ലെങ്കിൽ ഇന്ന സമയമാകുമ്പോൾ ഇന്ന പോലെ ആവാം, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. കുറേ ആൾക്കാരെൻ്റെ പൊന്നോ വീട്ടുകാർ നാണക്കേട് കാരണം ഇതൊക്കെ ഒതുക്കി വെക്കാൻ നോക്കും. ഓക്കെ, ഇതൊന്നും നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കമൻറ്റ് ഇടാൻ വരുന്ന കുറേ കമൻറ്റുകളുണ്ട്. ഡേയ് കഥ അറിഞ്ഞിട്ട് ആട്ടം കാണടേ, എന്തായാലും ബാക്കിയും കൂടെ വെക്കാം. ശരിയാക്കിയിട്ടില്ല. പക്ഷേ തിരുവോണത്തിന് വിളിച്ചിട്ട് അവനെ കൈ കിട്ടാഞ്ഞത് കൊണ്ടായിരിക്കാം ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് തിരക്കിയിട്ട് അവൻ്റെ അച്ഛനോട് പറഞ്ഞു ഇന്ന് തന്നെ എനിക്ക് അവനെ കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടുന്ന് ശക്തികുളങ്ങര വരെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്. ഇപ്പം നമ്മൾ സ്വാഭാവികമായ ഒരാൾ വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിനകത്ത് കയറി ആയുധം എടുത്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അത്രയും ഡിലേ വരുമല്ലോ. ഡിലേ വരുമ്പം എതിര് നിൽക്കുന്ന ആൾ എന്തായാലും അകത്ത് പോയ ആൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നോക്കി നിൽക്കും അതിനെ എതിർക്കാനായിട്ട്. പക്ഷേ ഇത് കൈ കരുതിയിരുന്നത് കൊണ്ടാണ്, കൊല്ലാൻ വേണ്ടി ആയതുകൊണ്ടാണ് നേരെ എവിടെ ചെയ്യേണ്ടതെന്നുള്ളത് പുള്ളിക്കാരന് മനസ്സിലായത്. അതായത് വിളിച്ചു വരുത്തിയിട്ട് വിളിച്ചു വരുത്തി തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ ഭയപ്പെടുത്തിയേക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ അവൻ വീട്ടിൽ വന്നപ്പോൾ ഇല്ലായിരുന്നപ്പം അച്ഛനോട് പറയാമല്ലോ, ഞങ്ങൾക്ക് അരുണിനെ കാണാൻ, ആരിനെ കണ്ടിട്ടേ പോത്തോളെന്ന് പറയാമായിരുന്നു. ശക്തികുളങ്ങര വരെ ഒന്ന് ആലോചിച്ച് നോക്കി കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് പുണ്യാളം ചെമ്മയെന്ന് ഇവനെ വെളുപ്പിക്കാൻ കുറേ ടീമുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അത് വെച്ച് തരാം. അതിന് മുമ്പ് ചക്കന് എൻ്റെ പപ്പ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കും നിങ്ങൾ. പ്രസാദിൻ്റെ സ്വഭാവ വിഷയം. പ്രസാദിൻ്റെ വൈഫ് ഗൾഫിലാണ്. കാര്യം ചെയ്തതിന് മുമ്പ് ആ കൊച്ചു കുളിക്കുന്നിടത്ത് പോയി ഇവൻ ഡോറിലെന്തോ ഹോളൊക്കെ ഇട്ട് അങ്ങനെ വിഷയമായി. അങ്ങനെ എൻ്റെ മോനും ഈ പ്രസാദിൻ്റെ വൈഫും കൂടെയാണ് ഈ കൊച്ചിനെ ബന്ധുവിൻ്റെ വീട്ടിലോട്ട് ആക്കുന്നത്. കാരണം വെച്ചാൽ ആ പെണ്ണിനെ അവിടെ നിൽക്കാൻ തീർത്ത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് അച്ഛനും മോനും കൂടെ വന്ന് വീണ്ടും നേരെ കുത്താനൊക്കെ വന്നായിരുന്നു. പൈപ്പിനൊക്കെ അടിക്കുകയും ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സ്റ്റേഷനിൽ കൊണ്ട് കേസൊക്കെ കൊടുത്തിരുന്നത്. അന്നേരം അവിടെ വെച്ച് അയാൾ പറഞ്ഞാൽ എനിക്ക് ഇനി ഇങ്ങനെ ഒരു മോളില്ല, നീ എന്താ ചെയ്തു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലാണ് കൊണ്ടു നിർത്തിയിരുന്നത്, പെണ്ണിൻ്റെ ചേച്ചിയുടെ വീട്ടിൽ. ഇന്നലെ ആയപ്പോൾ ഒരു 5:30 ആയപ്പം വീട്ടിൽ വന്നിട്ട് കുടിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കിയിരുന്നു. എൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തും പറഞ്ഞു 2 മക്കളെ ഇനി പുറത്തോട്ട് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല, എവിടെയും വിളിച്ചുകൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ അരുണിനെ കണ്ട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് പെങ്കൊച്ചിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, അങ്ങനെ വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെയാണ് അരുൺ വിളിക്കാൻ ചെല്ലുന്നത്. അന്നേരം അവിടെ വെച്ചങ്ങാണ്ടാണ് പ്രസാദ് ഓട്ടയ്ക്കകത്തങ്ങാണ്ട് വന്ന് ഇറങ്ങിയിട്ട് കുത്തേണ്ടത്. എടാ ഇനി നീയൊക്കെ പറ, ആ അങ്കിള് പറഞ്ഞ നീയൊക്കെ കേട്ടില്ലേ? അയാള് കുളിക്കാൻ നേരത്ത് പോലുള്ള കാര്യങ്ങള് ഇനി പറ. ഇവനെയൊക്കെ നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാ? ഇവനാണോ കറക്റ്റ്? ആ കൊച്ച് സഖി കെട്ടാ വീട്ടിൽ നിന്ന് പോകുന്നതെന്നാ പറയുന്നേ. സഖി കെട്ട്. എടാ സ്വന്തം മോളെ പോലും എന്തോന്നാടേ അവനൊക്കെ പോയി നീയൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴാ സങ്കടം വരുന്നത്. നിന്നെ പോലുള്ളവരോടൊക്കെ എന്ത് പറയാനാ അറിയത്തില്ല. കമൻ്റൊക്കെ ഇടണം. പക്ഷെ എന്താ പറയണ്ടേ, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പുള്ളിക്കാരൻ റിട്ടയറൊക്കെ ആയെന്ന് തോന്നുന്നു. നിയമം കറക്റ്റായിട്ട് പാലിക്കേണ്ട ആൾക്കാർ തന്നെ സംസാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് വെച്ച് തരാം. ചെറുപ്പത്തിന്റെ എല്ലാ സൂക്കേടുകളും ഉണ്ട്. കുട്ടിയെ പല പ്രാവശ്യം ശല്യം ചെയ്യാൻ തുടങ്ങി. പിതാവ് വാൺ ചെയ്തു. പിന്നെ അത് വകവെക്കാതെ ആ 19 വയസ്സുകാരൻ്റെ തിളപ്പ് ആ പെൺകുട്ടിയുടെ പുറകെ പോയി നിരന്തര ശല്യമായി. പിതാവ് പല പ്രാവശ്യം ഇവന് വാണിംഗ് കൊടുത്തു, കേൾക്കുന്നില്ല. ഇത് കേരളത്തിലുള്ള കുട്ടികൾക്ക്, ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ വല്ലാത്തൊരു സൂക്കേട് തന്നെയാണ്. റിട്ടയർ അങ്കിൾ എന്തോന്ന് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ വീഡിയോസൊക്കെ ആൾക്കാരൊക്കെ നേരത്തെ നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരുന്നതാണല്ലോ. പക്ഷെ നിങ്ങളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോഴെനിക്ക് പുച്ഛം. ഇങ്ങനെയാണോ സംസാരിക്കുന്ന ഒരു കാര്യം? ആലോചിക്കുമായിരുന്നു. ഇപ്പം ഈ ആവുന്ന കാലത്തൊക്കെ സർവീസിൽ എന്തൊക്കെ ചെയ്ത് കാണും ഇവനൊക്കെ, അത് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ കുറച്ചൊക്കെ ഇത് വേണം കേട്ടോ, പറയുന്ന കാര്യങ്ങളൊക്കെ. പുണ്യാളനാണോ അയാള്? സ്വന്തം മോളെ നിങ്ങൾ അതൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ സംസാരിക്കും. ഒരു ചുക്കും മണ്ണാങ്കട്ടെ അറിയാതെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നങ്ങ് സംസാരിക്കുകയാണ്, അതും അയാളെ സപ്പോർട്ട് ചെയ്ത്. എന്തോന്നാടേ ഇത്? സ്വന്തം മകളെ ഒരു പിതാവ് ശല്യം ചെയ്യുന്ന കണ്ടാൽ എത്ര നാൾ നോക്കി നിൽക്കും? ഇവരെ ഇങ്ങനെ തിളപ്പുള്ള പയ്യന്മാരുടെ മാതാപിതാക്കൾ അവരെ വാൺ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു ഉപദേശം നല്ല രീതിയിൽ ഇതിൽ നിന്ന് പിന്മാറ്റി വിടാനായിട്ട്. അവർ സ്നേഹിച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പ്രായമാകുമ്പം അവർക്ക് സ്നേഹമുള്ള ഒരു പെൺകുട്ടി ഈ കുരീപ്പുഴ വെസ്റ്റിലെ ഇരട്ടക്കടയിലെ അവിടെ ചെന്ന് ആ പെൺകുട്ടിയെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. മാതാപിതാക്കൾ എന്ത് ചെയ്യും? ഇയാളെ ഫോണിൽ കൂടെ പല പ്രാവശ്യം വാൺ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അത് നിവൃത്തിയില്ലാതെ വന്നപ്പം പിതാവ്
ഈ പെൺകുട്ടിയെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റി രഹസ്യമായിട്ട്. പക്ഷെ ഈ പയ്യൻ അത് കണ്ടുപിടിച്ച് അവിടെ പോയി ശല്യം ചെയ്യാൻ തുടങ്ങി. എങ്ങനെ ഒരു പിതാവ് ഇത് സഹിക്കും, അല്ലെങ്കിൽ ഒരു മാതാവ് സഹിക്കും, അല്ലെ സഹോദരങ്ങൾ എങ്ങനെ സഹിക്കും? ആ പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലേലും ശരി, നമ്മുടെ നാട്ടുകാർപ്പനുസരിച്ച് ഇതുപോലെയുള്ള ശല്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ വീട്ടുകാര്, ബന്ധുക്കള്, അല്ലെങ്കിൽ അവരുടെ ആങ്ങളമാര് അത് കൗണ്ടർ അടിക്കും. അതിന് യാതൊരു സംശയം. എന്തോന്നാണ് യൂട്യൂബിന്റെ സ്ട്രൈക്കോ കൗണ്ടർ അടിക്കാനാ? എന്തോ ഇദ്ദേഹം ഈ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നേ. അവര് പരസ്പരം ഇഷ്ടപ്പെട്ടതാണ്. പറഞ്ഞു മനസ്സിലായി. ആ പെൺകുട്ടിയെ ഓക്കെ ബിന്ദു വീട്ടിലോട്ട് മാറ്റിയെങ്കിൽ അവൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ അറിഞ്ഞു എന്നെ വീട്ടിൽ കൊണ്ടുപോയെന്ന്? അത് അവള് പറയാതെ വല്ല അവൻ അറിയൂ? അവര് പരസ്പരം ഇഷ്ടപ്പെട്ടതാ. അവൻ അവിടെ പോയി കാണും. അതും ശല്യമാണ് നിരന്തരം. ഈ പഴയ അമ്മാവന്മാരുടെ അതേ ശൈലി. ഒരു ഫേസ്ബുക്ക് അമ്മാവൻ തന്നെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു കാര്യം ഉണ്ടെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം വളച്ചൊടിച്ചത് വേറെ രീതിയിലാക്കുന്ന രീതിയിലാണ്. അങ്ങളെ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരെ കൊന്നുകളയുവാണോ വേണ്ടത്? നിങ്ങളൊക്കെ അങ്ങനെയാണോ ചെയ്യുന്നത്? ഞാൻ ആലോചിക്കും, ഇദ്ദേഹത്തിനെ കുറിച്ച് സത്യം പറയാലോ, ഇയാളെ ഹിസ്റ്ററി മൊത്തം എടുത്തിട്ട് ആവുന്ന കാലത്ത് എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാമെന്ന് ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊന്നും പണ്ടത്തെ കേസ് കേട്ടുണ്ടല്ലോ, ഇല്ല ചവിട്ടിക്കൊല്ലിലും കേസ് കേട്ടൊക്കെ ഉണ്ടല്ലോ, ഇല്ല ജയിലിൽ കിടക്കുന്നൊക്കെ ഓരോരുത്തരും മരിക്കത്തൊക്കെ അല്ലേ. എൻ്റെ പൊന്നോ, ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇവിടെ സ്റ്റേഷനിൽ വല്ലതും പെട്ടിട്ടുണ്ടോന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം ആദ്യം. ഈ പുള്ളിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് പറയാ. സംസാരം കേട്ടില്ലേ പുള്ളിയുടെ? കുറച്ച് എന്താ പറയാ, ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതുപോലത്തുള്ള രീതിയിലെ സംസാരങ്ങൾ ദയവ് ചെയ്ത് എന്തിനാ? ആ ഒരു പൊസിഷനിൽ ഇരുന്നൊരു വ്യക്തിയാണ് ഇതൊക്കെ നമിച്ച് കേട്ടോ, നമിച്ച്. നിങ്ങളെ നമിക്കണം, തൊഴണം, കാല് വെട്ട് തൊഴണം. ഒരുത്തൻ്റെ കുടുംബ ഇല്ലാണ്ടാവുന്നത് ആയത്, എന്നിട്ട് ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്നു. മഹാൻ, നല്ല മനസ്സ്. നിവൃത്തിയില്ലാതെ വന്നപ്പം എൻ്റെ പൊന്നെ, എനിക്ക് നിവൃത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് കൗണ്ടർ അടിക്കും. എൻ്റെ പൊന്നോ, ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ അത് കേട്ടല്ലോ, നിങ്ങളെ ഈ പോയിന്റ് കേട്ടല്ലോ, ഇദ്ദേഹം ഈ സംസാരിക്കുന്നതൊക്കെ ഒരു പയ്യനെ ഇല്ലാണ്ടാക്കിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഇല്ലാണ്ടാക്കി. ആ പെണ്ണ് പറയട്ടെ അവൻ ശല്യമായിരുന്നു അല്ലേന്നൊക്കെ ആ പെണ്ണ് പറയട്ടെ. അപ്പം തനിക്ക് പറയാൻ പറ്റുമോ? കഷ്ടമുണ്ട് കേട്ടോ, കഷ്ടം. പിന്നെ എന്താ പറയണ്ടേ, ഈ ചാനലിൽ വന്നിട്ട് ഇതുപോലെ ഒന്നും പറയരുത്, ഉളുപ്പ്. പിന്നെ നിങ്ങളെപ്പോലുള്ളവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെയുള്ള കുറേ സിസ്റ്റങ്ങൾ. കാരണം കുറേ ടീംസുകളുണ്ട്, കുറേ എണ്ണം. സബ് ചെയ്തെന്നും പറഞ്ഞ് അവൻ പറയുന്ന എല്ലാം ശരിയാണെന്നുള്ളൊരു തോന്നലുണ്ടാവരുത്. ഇപ്പം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പറയണം. അതിപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പോലും അതാ വേണ്ടത് സത്യത്തിലാണ്. ഇതൊരുമാതിരി എന്താ പറയാ, എടോ എല്ലാം കളഞ്ഞിട്ടിപ്പോ, അതാ നല്ലത്. ഇപ്പം ഇതിൻ്റെ പേര് എന്ത് വേണമെങ്കിലും നേരിടാൻ ഞാൻ തയ്യാറാണ്. അത്രയ്ക്ക് എന്താ പറയണ്ടേ, ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം കണ്ട് ഒന്നോ രണ്ടോ ആൾക്കാരേ ഉള്ളൂ എനിക്ക് ഇച്ചിരി ദേഷ്യമായിട്ട് തോന്നിയത്. ആ ലിസ്റ്റ് തന്നെ ഈ മഹാനെയും കൂടെ ഞാൻ അങ്ങ് കൂട്ടിയിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഇതുപോലൊരുത്തർ ഞാൻ ആദ്യമായിട്ട് കാണാം. ഒരുത്തൻ്റെ ജീവിതമാണ് അവനില്ല, ഇനി ഭൂമിയിലില്ല അവൻ ആ ഭൂമിയിലേ ഇല്ല പയ്യന്. എന്നിട്ട് എന്തോന്നാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നത്? കൗണ്ടറടി, നാണം കെട്ട മനുഷ്യൻ. ബൈ ഗൈസ്, ബൈ.